കുട്ടികളെ നമ്മുടെ പ്ലസ് 1 ഫിസിക്സിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ നെക്സ്റ്റ് സീരീസ് ആണ്. അപ്പോൾ ഈ വീഡിയോക്കകത്ത് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പോൾ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് when two vectors are said to be equal. എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് ഈക്വൽ എന്ന് പറയുന്നു? ഇത്രേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ സെയിം ആയിരിക്കണം, അത്രേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ നൾ വെക്ടർ ഓർ സീറോ വെക്ടർ? എന്താണ് നൾ വെക്ടർ ഓർ സീറോ വെക്ടർ? മാഗ്നിറ്റ്യൂഡ് സീറോ ആയിട്ട് വരുന്ന വെക്ടർ എന്ന് പറഞ്ഞ പേരാണ് നൾ വെക്ടർ ഓർ സീറോ വെക്ടർ എന്ന് പറയും. ദെൻ എന്താണ് യൂണിറ്റ് വെക്ടേഴ്സ്? മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, അതൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അവിടെ അത് പഠിക്കുന്നതാണ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. എന്താണ് ഓർത്തോഗണൽ വെക്ടേഴ്സ്? IJK ഈ 3 ആൾക്കാരെ പറഞ്ഞ പേരാണ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. ഓർത്തിരിക്കുക. പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്താണ്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റോൺ ഈസ് ത്രോൺ അപ്പ് വിത്ത് എ വെലോസിറ്റി u which makes an angle theta. അപ്പൊ അത് ഒരു സ്റ്റോൺ എടുത്ത് മുകളിലോട്ട് എറിഞ്ഞു, ചരിച്ചെറിഞ്ഞു, അതങ്ങനെ മനസ്സിലായി. വിത്ത് ആംഗിൾ തീറ്റ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചരിച്ചെറിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പൗണ്ട് ഓഫ് വെലോസിറ്റി? ഓക്കെ, അപ്പോൾ രണ്ട് കമ്പൗണ്ട് വേണം, വെർട്ടിക്കലും വേണം ഹൊറിസോണ്ടലും വേണം. നമ്മൾ എറിയുന്നത് u ആണെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് u cos തീറ്റ, വെർട്ടിക്കല് u sin തീറ്റ. മറന്നുപോലെ ഹൊറിസോണ്ടൽ u cos തീറ്റ, വെർട്ടിക്കൽ u sin തീറ്റ. ഫിഗർ ഉണ്ട്, നോക്കുക. u cos തീറ്റ, u sin തീറ്റ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡു ദീസ് കമ്പൗണ്ട് വേരി വിത്ത് ടൈം? അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ആണെങ്കിൽ ത്രൂ ഔട്ട്, ഇത് മുതൽ ഇതുവരെ ത്രൂ ഔട്ട് മോഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം u cos തീറ്റ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് ഹൊറിസോണ്ടലി ആക്സിലേഷൻ ഇല്ല. ഇനി വെർട്ടിക്കൽ കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ u sin തീറ്റ ചേഞ്ച് ചെയ്യും. കാരണം ഗ്രാവിറ്റി അഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. എങ്ങനെ ചേഞ്ച് ചെയ്യും? ആദ്യം u sin തീറ്റ കുറഞ്ഞ് ഹയസ്റ്റ് പോയിന്റ് ആകുമ്പോൾ 0 ആവും, ദെൻ കൂടും. ഓക്കെ, അതുകൊണ്ട് വെർട്ടിക്കൽ ഡയറക്ഷൻ എന്തുണ്ട്? ആക്സിലേഷൻ ഉണ്ട്, അത് -g ആണ്. ഓക്കെ, അത്രയും ഓർത്തിരിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്ടൈൽ മോഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് ദീസ് കമ്പൗണ്ട് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ? അപ്പൊ ഹയസ്റ്റ് പോയിന്റിലെ വാല്യൂ പറയണം. അപ്പൊ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ u cos തീറ്റ, വെർട്ടിക്കൽ കമ്പൗണ്ട് 0, മറന്നോവല് 0. ദെൻ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടാനുള്ള ആംഗിൾ എത്രയാണ്? 45 ആംഗിൾ. എത്രയാണ്? 45 ആംഗിൾ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട്സ് ദ മാക്സിമം വാല്യൂ ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച്? ഹൊറിസോണ്ടൽ മാക്സിമം വാല്യൂ ആണ് R max ഈക്വൽ ടു u²/g. u എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. v0 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, u² പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ വിച്ച് ദ range will be same as that in the case of theta equal 30 degree for a given velocity projection. വേറെ ഒന്നുമല്ല, ഇവിടെ ഈ ഫിഗർ നോക്കി അറിയാൻ പറ്റും. ഈ രണ്ട് കേസിലും എന്ത് സെയിം ആണ്? റേഞ്ച് സെയിം ആണ്. ഈ റേഞ്ച് സെയിം ആണെങ്കിൽ ഒരു ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ മറ്റേ ആംഗിൾ 90 - തീറ്റ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ എത്രയെന്ന് പറയുന്നു? 30 എന്ന് പറയുന്നു. അപ്പൊ മറ്റേ ആംഗിൾ എത്ര? 90 - 30 എത്ര കിട്ടും? 60. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? അടുത്തെന്താ? വാട്ട് യു മീൻ ബൈ യൂണിഫോം സർക്കുലർ മോഷൻ? എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ? അടുത്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. ഇതാണ് യൂണിഫോം സർക്കുലർ മോഷൻ. അതിനകത്ത് ചോദിക്കും യൂണിഫോം സർക്കുലർ മോഷൻ ആരാണ് കോൺസ്റ്റന്റ്? അപ്പോൾ പറയണം ആരാ കോൺസ്റ്റന്റ്? സ്പീഡാണ് കോൺസ്റ്റന്റ്. ആരാ കോൺസ്റ്റന്റ്? സ്പീഡാണ് കോൺസ്റ്റന്റ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, വേറെ ആരെയും കോൺസ്റ്റന്റ് ആണോ? വേറെ ആരും കോൺസ്റ്റന്റ് അല്ല. വെലോസിറ്റി കോൺസ്റ്റന്റ് വെക്ടർ അല്ല, ഡയറക്ഷൻ മാറുന്നു. ആക്സിലേഷന്റെ കോൺസ്റ്റന്റ് അല്ല. ഈ വെലോസിറ്റി ആക്സിലേഷന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ എന്തല്ല? സെയിം അല്ല. ഡയറക്ഷൻ മാറുന്നത് കൊണ്ടാണ് ഉമർ എന്തല്ല എന്ന് പറയുന്നത്? കോൺസ്റ്റന്റ് അല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് മാത്രമാണ് കോൺസ്റ്റന്റ്. ഓർത്തിരിക്കുക. ദെൻ ഗിവൻ എക്സാമ്പിൾ ഫോർ മോഷൻ ഇൻ വിച്ച് സ്പീഡ് ഈസ് കോൺസ്റ്റന്റ് ബട്ട് വെലോസിറ്റി ഈസ് വേരി. ഇപ്പൊ പറഞ്ഞോളൂ, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു. എന്താ? യൂണിഫോം സർക്കുലർ മോഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Given an example for a motion in which speed is constant still accelerating. അതായത് സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ അത് ഇപ്പോഴും എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. ആൻസർ എന്താണ്? യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, അടുത്തെന്താണ്? യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. സ്ഥിരമായി ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. ആംഗുലാർ വെലോസിറ്റി ആണ് ഒമേഗയാണ്. ഒമേഗ ആണ് ഫോർമുല d(θ/dt). ഡെൽറ്റ θ/dt എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് പറഞ്ഞാൽ ആംഗിൾ അല്ലേ? റേഡിയൻ സെക്കൻഡ് റൈസ്ഡ് -1. ഡയമെൻഷൻ മറന്നു പോകരുത്. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ
ടി റേസ്റ്റ് മൈനസ് 1. അപ്പൊ ഒരു കാര്യമുണ്ട്, ഈ ടി റേസ്റ്റ് മൈനസ് വേറൊരാൾക്ക് കൂടെ ഡയമെൻഷൻ ആർക്കാ? ഫ്രീക്വൻസി. ആർക്കാണ്? ഫ്രീക്വൻസി. അപ്പൊ ആംഗുലാർ വെലോസിറ്റിക്കും ഫ്രീക്വൻസിയുടെയും ഡയമെൻഷൻ സെയിം ആണ്, മറന്നു പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ റിലേഷൻ കണക്ടിങ് ആംഗുലർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. V = R ഒമേഗ. V = R ഒമേഗ. അത്രേ ഉള്ളൂ. അത് പഠിച്ചോളം. ഡെറിവേഷൻ പഠിക്കണം. 2 സ്റ്റെപ്പേ ഉള്ളൂ. അവിടെ ഡെറിവേഷൻ പഠിക്കുക കേട്ടോ, മസ്റ്റ് ആയിട്ട് പഠിക്കണം. ദെൻ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് ആംഗുലർ ആക്സിലേഷൻ. യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് ആംഗുലർ ആക്സിലേഷൻ. അപ്പൊ എന്താണ് ആംഗുലർ ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ? ആൽഫ. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് d⍵/dt ആണ്. അപ്പൊ അവന്റെ യൂണിറ്റ് ചെയ്താൽ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നേരത്തെ എഴുതിയല്ലോ, റേഡിയൻ സെക്കൻഡ് -1, ഇവിടെ -2. നേരത്തെ ഡയമെൻഷൻ എഴുതിയില്ലേ? ഡയമെൻഷൻ എന്താ എഴുതിയേ? ഡയമെൻഷൻ നമ്മൾ എഴുതിയത് t⁻⁻1, ഇവിടെ t⁻². അത്രേ ഉള്ളൂ. നേരത്തെ ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്രസ് ആംഗുലർ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ആംഗുലർ ആക്സിലേഷൻ. ഓൾറെഡി നേരത്തെ എഴുതി തന്നെ, ഒമേഗ = dθ/dt. അത് തന്നെയാണ്. ദെൻ എന്താണ് ഓർത്തോഗണൽ വെക്ടേഴ്സ്? ഓൾറെഡി പറഞ്ഞ ആരെയാ? IJK പറഞ്ഞ പേരാണ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. എന്തുകൊണ്ട് ആ പേര് പറയുന്നത് ചോദിച്ചാൽ, ഐക്കും ജെയ്ക്കും എയ്ക്കും ഈ 3 ആൾക്കാർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇടയ്ക്ക് ആംഗിൾ എത്രയാണ്? 90. അതുകൊണ്ട് എന്താ പറയുന്നത്? ഓർത്തോഗണൽ വെക്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവ് ദ എക്സാമ്പിൾസ് ഓഫ് സീറോ വെക്ടർ. സീറോ വെക്ടർ എക്സാമ്പിൾ പറയാം. ഒന്ന്, പൊസിഷൻ വെക്ടർ ഓഫ് ഒബ്ജക്റ്റ് അറ്റ് ഒറിജിൻ. ഒരു ഒബ്ജക്റ്റ് ഒറിജിൻ ഇരിക്കുകയാണ്, അവന്റെ പൊസിഷൻ വെക്ടർ എത്രയെന്ന് ചോദിച്ചാൽ 0. ഒറിജിൻ എത്ര പറഞ്ഞത്? കോർഡിനേറ്റ്സ് എത്ര പറഞ്ഞത്? 0 അല്ലേ പറയുന്നത്? അതുകൊണ്ട് 0. ദെൻ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, അവന്റെ വെലോസിറ്റി എത്രയാണ്? 0. അപ്പൊ അവന്റെ വെലോസിറ്റി വെക്ടർ എത്രയായിരിക്കും? 0 വെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾ മോഷനെ പ്ലെയിനിനകത്ത് പഠിക്കേണ്ടത്. മോഷനെ പ്ലെയിൻ. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് ലോസ് ഓഫ് മോഷനാണ്. ലോസ് ഓഫ് മോഷനകത്ത് ആദ്യം പഠിക്കേണ്ടത് അരിസ്റ്റോട്ടിൽ എന്താണ് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞ എത്രയേ ഉള്ളൂ, ഒരാള് മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കണം. ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു കീപ് എ ബോഡി ഇൻ മോഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കണം. ദെൻ ലോ ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞ ഏത് ലോയ? ന്യൂട്ടന്റെ ഏത് ലോയ? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയ. ഈ ഫസ്റ്റ് ലോയ ആണ് ലോ ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ ഇനർഷ്യ എന്ന ടേം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ലോ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സെക്കൻഡ് ലോ ആണ് ഫോഴ്സിന് ഇക്വേഷൻ കൊടുക്കുന്ന ലോ. ഏതാണ്? സെക്കൻഡ് ലോയ. ഓർത്തിരിക്കുക. ദെൻ ഇനർഷ്യയുടെ മീനിങ് എന്താണ്? ഒറ്റ വാക്കി പഠിച്ചു നോക്കുക. റെസിസ്റ്റൻസ് ടു ചേഞ്ച്. എന്താണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് മൊമെന്റം. അപ്പോൾ ഇമ്പൾസ് കാണുന്ന ഫോർമുല മറന്നു പോലെ, ഇമ്പൾസ് കാണുന്ന ഫോർമുല ഫോഴ്സ് ഇൻറ്റു ടൈം ഇന്റർവൽ എന്നാണ്. അത് എന്തിന് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണ്. ഇവന്റെ യൂണിറ്റ് ഓർത്തിരിക്കണം, ന്യൂട്ടൺ സെക്കൻഡ് ആണ്. എന്താണ് യൂണിറ്റ്? ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഡയമെൻഷൻ ആർക്ക് ഈക്വൽ ആണ്? മൊമെന്റത്തിന് ഈക്വൽ ആണ്. ഇത്ര ഓർത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ, ഓർത്തിരിക്കുക. സെയിം ഫോഴ്സ് സെയിം ഫോർ ദ സെയിം ടൈമും സെയിം കോസസ് സെയിം ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ ഡിഫറെന്റ് ബോഡീസ്. എന്തുകൊണ്ടാ? ഫോഴ്സ് സെയിം എന്നല്ലേ പറഞ്ഞേ? ഫോഴ്സ് സെയിം. ടൈം സെയിം എന്ന് പറഞ്ഞേ? ടൈമും സെയിം. ഫോഴ്സും ടൈമും സെയിം ആണെങ്കിൽ ഇമ്പൾസ് സെയിം അല്ലേ? ഇമ്പൾസ് സെയിം ആയാൽ മൊമെന്റം എന്തായിരിക്കും? മൊമെന്റത്തിന്റെ ചേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. മൊമെന്റത്തിന്റെ ചേഞ്ച് എന്തായിരിക്കും? മൊമെന്റം സെയിം എന്നല്ല, മൊമെന്റത്തിന്റെ ചേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ആ സെന്റൻസ് പറയുന്നത്. ട്രൂ ഓർ ഫോൾസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ്? ഷോർട്ട് ടൈമിൽ ആക്ട് ചെയ്യുന്ന ലാർജ് ഫോഴ്സ് പറഞ്ഞ പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ്. ഇപ്പൊ ഞാൻ ഒരു ആണി എടുത്ത് അടിക്കുകയാണ്, ഞാൻ കൊടുത്ത ഫോഴ്സ് എന്താ? ഇമ്പൾസീവ് ഫോഴ്സ്. അതാണ് ഇമ്പൾസീവ് ഫോഴ്സ്. ഓക്കെ, ദെൻ ആക്ഷൻ റിയാക്ഷനും ഈക്വൽ ഓപ്പോസിറ്റ് ആണ്. എന്തുകൊണ്ട് ക്യാൻസൽ ആവില്ല എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ പറയണം ആക്ഷനും റിയാക്ഷനും ഈക്വൽ ഓപ്പോസിറ്റ് ആണ്, പക്ഷെ അത് ഡിഫറെന്റ് ബോഡിയിലാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ക്യാൻസൽ ആവാത്തത്. ഓക്കെ, ദെൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അപ്ലൈഡ് ഫോഴ്സ് ഇല്ല എങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാകില്ല. മറന്നോവല്. നോ അപ്ലൈഡ് ഫോഴ്സ് നോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് കോണ്ടാക്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഡിപ്പെൻഡ് ചെയ്യുന്നത് നോർമൽ റിയാക്ഷൻ മാത്രമാണ്. ദെൻ ഒരു ലെവൽ റോഡിൽ ഒരു കാർ പോകുന്നു, അതിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യും? ഒന്ന്, കാറിന്റെ വെയിറ്റ് എങ്ങോട്ട്? താഴോട്ട്. 2, നോർമൽ റിയാക്ഷൻ, അത് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. മൂന്നാമത്തെ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്, കാറിന്റെ ടയറിനും റോഡിനും ഇടയ്ക്കുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓർത്തിരിക്കുക. ഓക്കെ, എന്റെ ഡെറിവേഷനൊക്കെ ഓർത്തിരുന്നോണേ. അടുത്ത്, വൈ എ സീസണൽ ക്രിക്കറ്റർ ഡ്രോസ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് ഡ്യൂറിങ് എ ക്യാച്ച്. ഒരു ക്യാച്ച് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ക്രിക്കറ്റേഴ്സ് എന്ത് ചെയ്യും? കൈ ബാക്കിലോട്ട് കൊണ്ടുപോകും. എന്തിനു വേണ്ടിയാണ്? ഈ ബാക്കിലോട്ട് കൊണ്ടുപോകുമ്പോൾ ടൈം കൂടും. ഈ ടൈം കൂടിയുള്ള പ്രത്യേകത എന്താ? ഫോഴ്സ് എങ്ങനെ കാണുന്നത്? dp/dt അല്ലേ? ഇപ്പൊ ടൈം എന്ത് ചെയ്തു? കൂടി. ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ നമ്മളെ കയ്യിലേക്കുന്ന ഫോഴ്സ് കുറയും. അപ്പൊ കയ്യിലേക്കുന്ന വേദന കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. അതാണ് ചെയ്യുന്നത്.
അടുത്ത ഡിഫൈൻ 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, യൂണിറ്റ് മാസ്, അതായത് 1 കിലോഗ്രാം മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സിലേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? 1 ന്യൂട്ടൺ എന്ന് പറയാം. ഇനി റീകോയിൽ ഓഫ് ഗൺ ആരുടെ ആപ്ലിക്കേഷൻ ആണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻ ആണ്, മറക്കരുത്. ദെൻ എന്താണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? അതായത് മാക്സിമം വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് കോൾഡ്, ഇത് വേണ്ട, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വൈ ബാങ്കിങ് ഓഫ് കർവ് ഈസ് നെസസറി അറ്റ് കർവ്? എന്തുകൊണ്ടാണ് ബാങ്കിങ് ഓഫ് റോഡ് ഉപയോഗിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഈ ബാങ്കിങ് ഓഫ് റോഡ് ഇല്ല എങ്കിൽ, കർവില് ബാങ്കിങ് ഓഫ് റോഡ് ഇല്ല എങ്കിൽ രണ്ട് പ്രശ്നം ഉണ്ടാവും. ഒന്ന്, അവിടുത്തെ വെലോസിറ്റി കുറവാണെങ്കിൽ വരുന്ന വണ്ടിയുടെ വെലോസിറ്റി അവിടുത്തെ വെലോസിറ്റിയേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്കിഡിങ് സംഭവിക്കും, ആക്സിഡന്റ് സംഭവിക്കും. ഇനി നമുക്ക് ഫ്രിക്ഷൻ കൂട്ടിയുള്ള പ്രശ്നം എന്താ? ഫ്രിക്ഷൻ കൂട്ടുമ്പോൾ എന്താണ്? വിയർ ആൻഡ് ടീയർ സംഭവിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഒന്ന്, ഈ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയും, രണ്ട്, വിയർ ആൻഡ് ടീയർ ഒഴിവാക്കാനും വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബാങ്ക് റോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ബാങ്ക് ഓഫ് റോഡ്? അപ്പൊ ബാങ്ക് ഓഫ് റോഡ് ഉപയോഗിക്കുമ്പോൾ എന്താ വ്യത്യാസം? ലെവൽ റോഡും ബാങ്ക് റോഡും വ്യത്യാസം എന്താണ്? ബാങ്ക് ഓഫ് റോഡ് ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ ലെവൽ റോഡിന്റെ കേസ് പറയുകയാണെങ്കിൽ, ഇവിടെ ലെവൽ റോഡില് നമുക്ക് ബാങ്ക് റോഡ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ എന്ത് കിട്ടും? സെൻട്രൽ ഫോഴ്സ് കൂടുതൽ കിട്ടും. അതെങ്ങനെ കിട്ടുന്നത്? ലെവൽ റോഡില് സെൻട്രൽ ഫോഴ്സ് കൊടുക്കുന്നത് ആര് മാത്രമായിരുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമായിരുന്നു. ബാങ്ക് റോഡ് ആകുമ്പോൾ സെൻട്രൽ ഫോഴ്സ് കൊടുക്കുന്നത് ഫ്രിക്ഷനും ഉണ്ട്, നോർമൽ റിയാക്ഷൻ ഉണ്ട്. നോർമൽ റിയാക്ഷൻ ഒരു കമ്പോണന്റും കൂടി എന്ത് കൊടുക്കുന്നുണ്ട്? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് കൂടും? സെൻട്രൽ ഫോഴ്സ് കൂടും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളഞ്ഞു പോകാൻ പറ്റും. ഓക്കെ, ദെൻ ഫ്രിക്ഷൻ ഈസ് നെസസറി ഈവൽ എന്ന് ചോദിക്കുക. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജും ചെയ്തുക. അഡ്വാൻറ്റേജസ് ഇഷ്ടംപോലെ ഉണ്ട്, ഏതെങ്കിലും 2 പോയിന്റ് ചെയ്തുക. നമുക്ക് നടക്കാൻ സഹായിക്കുന്നു, എന്താണ്, ട്രീ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി ഫ്രിക്ഷൻ വേണം, അതുപോലെ ഒരു ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യാൻ ഫ്രിക്ഷൻ വേണം. ഓക്കെ, അതിൽ ഏതെങ്കിലും 2 പോയിന്റ് പഠിച്ചു വയ്ക്കുക. അടുത്ത എന്താ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ 3 പോയിന്റ് പഠിക്കണം. ലിമിറ്റേഷൻ എന്താ? ഒന്ന്, വിയർ ആൻഡ് ടീയർ, തേയ്മാനം സംഭവിക്കുന്നു. 2 എന്താണ്? എനർജി ലോസ്, ഈ ഫ്രിക്ഷൻ ഓവർകം ചെയ്യുമ്പോഴേക്കും അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, എനർജി ലോസ്. മൂന്നാമത്തെ എന്താ? മൂവിങ് മെഷീൻസിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. അടുത്ത എന്താണ്? മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ റെഡ്യൂസുള്ള മെത്തേഡ്സ് പേര് മാത്രം പഠിച്ചാൽ മതി. 1 ലൂബ്രിക്കേഷൻ, 2 ബോൾ ബിയറിങ്സ്, 3 എന്താണ്? സ്ട്രീം ലൈനിങ്. ഇത്രയാണ് ലോസ് ഓഫ് മോഷൻ. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ആരാണ് മോർ ഇലാസ്റ്റിക്? സ്റ്റീൽ ആണോ റബ്ബർ ആണോ? ആൻസർ എന്താണ്? സ്റ്റീൽ. എന്തുകൊണ്ടാണ്? സ്റ്റീൽ ലെങ്സ് മോഡുലസ് കൂടുതലാണ്. ഓക്കെ, ദെൻ എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? It is the maximum stress up to which the body exhibit elastic behavior. Okay, അപ്പോ എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ബോഡി ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നത് നമ്മൾ സ്ട്രെസ് കൊടുത്തോണ്ടിരിക്കണേ. ഏതൊരു സ്ട്രെസ് വരെ മാത്രമേ ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കൂ. അപ്പം ഒരു ബോഡി ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന മാക്സിമം സ്ട്രെസ് പറഞ്ഞ പേരാണ് എന്ത് പറയുന്നത്? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. ഇനി എന്താണ് ഹൂക്സ് ലാ എന്ന് പറഞ്ഞാൽ? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് ഹൂക്സ് ലാ പറയുന്നത്. ഓക്കെ, ദെൻ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് 3 ടൈപ്പ് ഉണ്ട്. യങ്സ് മോഡുലസ് ഉണ്ട്, ബൾക്ക് മോഡുലസ് ഉണ്ട്, ഷിയർ മോഡുലസ് ഉണ്ട്. അത് ഏതുകൊണ്ടാവാം? ജനറൽ ആയിട്ട് എന്ത് പറയാ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. ദെൻ എന്താണ് കംപ്രസിബിലിറ്റി? റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഇസ് കോൾഡ് കംപ്രസിബിലിറ്റി. ബൾക്ക് മോഡുലസിനെ നേരെ അങ്ങ് തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? കംപ്രസിബിലിറ്റി കിട്ടും. ഓക്കെ, ദെൻ എന്താണ് ഇലാസ്റ്റോമേഴ്സ്? മോഡൽ ചോദിച്ചതാണ്. ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ബി ഇലാസ്റ്റിക്കലി സ്ട്രെച്ച്ഡ് ടു ലാർജ് വാല്യൂസ് ഓഫ് സ്ട്രെയിൻ. നമുക്ക് നല്ലോണം വലിച്ചു കിട്ടാൻ പറ്റുന്ന ആൾക്കാർ എന്ത് പറയും? ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾ എന്താ? അയോട്ടയും റബ്ബർ. എന്നാൽ ഇലാസ്റ്റിക് ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ ഇലാസ്റ്റിറ്റി എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അതിനെ പറഞ്ഞ പേരാണ് ഇലാസ്റ്റിക് ഫാറ്റിക്. ഓക്കെ, ദെൻ സാധാരണ റോപ്പ് എങ്ങനെ നിർമ്മിക്കുന്നത്? റോപ്പ് വിൽ ബി മെയ്ഡ് ഓഫ് നമ്പർ ഓഫ് വയേഴ്സ് ബ്രൈഡഡ് ടുഗദർ. അതായത് ചെറിയ വയേഴ്സ് ചുറ്റിക്കെട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വലിയ റോപ്പുകൾ നിർമ്മിക്കുന്നത്. നമ്മൾ കയറൊക്കെ നോക്കി അറിയാൻ പറ്റും. കുറെ ചെറിയ നാരുകൾ കൂട്ടി നമ്മൾ എന്ത് ചെയ്ത് വലിയ കയറുകൾ, റോപ്പുകൾ നിർമ്മിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടി. ഒന്നാമത്തെ എന്താണ്? ടു ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി. രണ്ടാമത്തത് സ്ട്രെങ്ത് കൂട്ടാൻ. മൂന്നാമത്തത് കോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ, കോസ്റ്റ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ കുറയ്ക്കാൻ. 3 പോയിന്റ് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഇതിന്റെ ആപ്ലിക്കേഷനാണ്, അതായത് ഇലാസ്റ്റിസിറ്റി ആപ്ലിക്കേഷൻ വരുന്നത് ഒരു മൗണ്ടൈൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ
10 കിലോമീറ്ററിനേക്കാൾ കുറവായിരിക്കും. എത്ര? 10 കിലോമീറ്റർ, 10,000 മീറ്ററിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അത് ഓർത്തിരിക്കുക. ആ വാല്യൂ മാത്രം ഓർത്താൽ മതി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ് ഐസെക്ഷൻ ഗ്രിഡേഴ്സ് ഉപയോഗിക്കുന്നത്? ഐസെക്ഷൻ ഗ്രിഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഐസെക്ഷൻ ബീംസ്. നമ്മളൊക്കെ ബ്രിഡ്ജ് വയ്ക്കുമ്പോഴേക്കും ബീംസിന്റെ ഷേപ്പ് എന്താണ്? ഐ ഷേപ്പ് ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഐസെക്ഷൻ ആണെങ്കിൽ അവിടെ ലാർജ് ലോഡ് ബിയറിംഗ് സർഫസ് ഉണ്ട് ടു പ്രിവെന്റ് ബക്ലിംഗ്. ബക്ലിംഗ് എന്നാണ് പറഞ്ഞുതരാം. ബക്ലിംഗ് തടയാൻ വേണ്ടി എന്തുണ്ട്? ലാർജ് ലോഡ് ബിയറിംഗ് സർഫസ് ഉണ്ട്. 2, തിക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ ബെൻഡിങ് തടയാൻ പറ്റും. അപ്പൊ 2 പ്രോസസ് എടുക്കും. ഒന്ന്, ബെൻഡിങ് തടയാൻ പറ്റും, പാലം വളയുന്നത് തടയാൻ പറ്റും. എന്തുകൊണ്ടാണ്? തിക്നെസ് ഉള്ളതുകൊണ്ട്. 2, ഈ തൂണുകൾ വളയുന്നുണ്ടല്ലോ, ഈ തൂണുകൾ വളയുന്നതിന്റെ പേരാണ് ബീം വളയുന്നത്. അതിനെ പറഞ്ഞ പേരാണ് ബക്ലിംഗ്. ആ ബക്ലിംഗ് തടയാൻ വേണ്ടി എന്ത് വേണം? ലാർജ് ലോഡ് ബിയറിംഗ് സർഫസ് വേണം. അതും ആർക്കുണ്ട്? ഐസെക്ഷൻ ഗ്രിഡേഴ്സിനുണ്ട്. ഓക്കെ, അടുത്ത് എന്താണ് ബക്ലിംഗ്? ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ ആ ബീം എന്ത് ചെയ്യുന്നു? സൈഡ് വേസ് ഇതുപോലെ ബെൻഡ് ചെയ്യുന്നു. ആ ബീം, ആ തൂൺ എന്ത് ചെയ്യുന്നു? ബെൻഡ് ചെയ്യുന്നു. അതിനെ പറഞ്ഞാണ് ബക്ലിംഗ് എന്ന് പറയും. ഈ ഫിഗർ എന്നിട്ട് എന്താണെന്ന് ചോദിക്കുക, മറന്നുപോലെ. എന്താണ് പോയ്സൺസ് റേഷ്യോ? റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് കോൾഡ് പോയ്സൺസ് റേഷ്യോ. അതായത് ഞാൻ റബ്ബർ ബാൻഡ് നീട്ടുമ്പോൾ അത് ലെന്ത് മാത്രമല്ല കൂടുന്നത്, ലെന്ത് കൂടുന്നു, അതനുസരിച്ച് തിക്നെസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ തിക്നെസ് വരുന്ന വ്യത്യാസമാണ് ലാറ്ററൽ സ്ട്രെയിന്, ലെന്ത് വരുന്ന വ്യത്യാസമാണ് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. അതിന്റെ റേഷ്യോ പറഞ്ഞ പേരാണ് പോയ്സൺസ് റേഷ്യോ. ഓക്കെ, അപ്പൊ ഇത്രയും ആവുമ്പോഴേക്കും നമ്മൾ 3 ചാപ്റ്ററിലെ എല്ലാ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ആയി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.